ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എങ്ങനെയാണ് RBI വർക്ക് ചെയ്യുന്നത്? RBIയുടെ എല്ലാ ഡിസിഷനും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഡിസിഷൻസ് എടുക്കുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് CBD. CBD എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഡയറക്ടേഴ്സ് കേട്ടോ, സെൻട്രൽ ബാങ്ക് ഓഫ് ഡയറക്ടേഴ്സ്. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, എല്ലാരെയും പഠിക്കുന്നു വേണ്ട. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അതിൽ മെമ്പറാണ്. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് അതിൽ മെമ്പറാണ്. എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഫിനാൻസ്, എക്കണോമിക്സ്, പബ്ലിക് പേഴ്സ്, അക്കൗണ്ടിങ്, ബഡ്ജറ്റിങ്, ഇതേപോലെ പല മേഖലകളിലുള്ള ജനറലി എക്കണോമിയുടെ പല സെക്ടേഴ്സിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഗവൺമെന്റിന്റെ നോമിനീസും കാര്യങ്ങളും. ഓക്കെ അല്ലേ? ഇനി ഇതിന് കുറെ ലോക്കൽ ബോർഡ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി മാത്രമല്ലല്ലോ, എല്ലാ സ്റ്റേറ്റിലും ഓരോ ഹൈക്കോടതികൾ കിടക്കുന്നില്ലേ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഡീസെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ലോക്കൽ ബോർഡ്സ് വിച്ച് ഈസ് ഇൻ, ഇതൊന്നും ചോദിക്കില്ല കേട്ടോ, നിങ്ങൾക്ക് ആ സ്ട്രക്ചർ മനസ്സിലാവാനാ. ഇതൊന്നും അല്ല റെലവെന്റ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ലോക്കൽ ബോർഡ്സ് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. RBIയുടെ ഓഫീസസ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, കാൺപൂർ, ജയ്പൂർ, ജമ്മു. ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. സെൻട്രൽ ബാങ്ക് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവർണർ, ഡെപ്യൂട്ടി ഗവർണേഴ്സ്, സബ്ജക്ട് എക്സ്പേർട്ട്, ലോക്കൽ ബോർഡ് മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ തൊട്ടാണ് RBIയുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് RBI? ഓരോ പോയിന്റും 4 or 5 സ്ലൈഡ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എല്ലാ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ എല്ലാം ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻ, ഇൻഫ്ലേഷൻ കൺട്രോൾ. ഇൻഫ്ലേഷൻ കൺട്രോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ MPC ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും. ഇൻഫ്ലേഷൻ കൺട്രോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? RBIയിലെ 3 മെമ്പേഴ്സും ഗവൺമെന്റിലെ 3 മെമ്പേഴ്സും കൂടി ചേർന്ന് ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് വിത്തിൻ ദി ലിമിറ്റ് ഓഫ് 4 ± 2%. അല്ലെ? ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എടുക്കാം. വരുന്ന സ്ലൈഡിലുണ്ട് പ്രിന്റിംഗ് ഓഫ് കറൻസി നോട്ട്. കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നുള്ള അധികാരവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരവും RBIക്കാണ്, എക്സെപ്റ്റ് ₹1 നോട്ട്. അല്ലെ? അപ്പൊ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത് RBI ആണ്. ബാങ്കർ ടു ദി ഗവൺമെന്റ്, ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് കടമെടുക്കുന്ന ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഗവൺമെന്റ് കടമെടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതും ഗവൺമെന്റിന് വേണ്ടി ഭാവിയിൽ അതിന്റെ പൈസ തിരിച്ചു കൊടുത്ത ബോണ്ട് തിരിച്ചു മേടിക്കുന്ന അത്തരത്തില് ഗവൺമെന്റിന് വേണ്ടി ഒരുപാട് ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദാറ്റ് ഈസ് ബാങ്കർ ടു ദി ഗവൺമെന്റ്. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. എന്ത് മോണിറ്ററി പോളിസി? സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് എക്കണോമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന പോളിസീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോണിറ്ററി പോളിസി. ദെൻ ബാങ്കർ ടു ദി ബാങ്ക്. നമ്മുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ബാങ്കിങ് സ്ട്രക്ചറിലെ ഏറ്റവും ടോപ്പിൽ ആരായിരിക്കുന്നത്? RBI. ഇന്ത്യയിലെ എൻറ്റയർ ബാങ്കിങ് സ്ട്രക്ചറിന്റെ റെഗുലേഷൻസ്, സൂപ്പർവിഷൻസ് എല്ലാം നടത്തുന്ന അല്ലെങ്കിൽ കൺട്രോളിങ് ഇതെല്ലാം നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന് പുറമെ ബാങ്ക്സിന് കടം കൊടുക്കുക, ബാങ്കിൽ നിന്ന് എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് റിസീവ് ചെയ്യുക, അത്തരത്തില് ബാങ്കിന് വേണ്ട പല ആക്ടിവിറ്റീസിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ ഇത്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. നമ്മൾ ഭാവിയിൽ ഒരു കൺസെപ്റ്റ് പറയും, ആ കൺസെപ്റ്റിന്റെ പേരാണ് ബാങ്ക് റൺ. കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ബാങ്ക് റൺ എന്ന് പറയുമ്പോൾ? ബാങ്കിന് 2 സൈഡാണുള്ളത്. അതിനൊരു അസറ്റ് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്. ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്താ? ബാങ്ക് അതിന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണാണ് ബാങ്കിന്റെ അസറ്റ്. ഓക്കെ ആണോ? എന്താണ് ബാങ്കിന്റെ ലയബിലിറ്റി? നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ബാങ്ക് വാങ്ങി വെക്കുന്ന ഡെപ്പോസിറ്റ് ആണ് ബാങ്കിന്റെ ലയബിലിറ്റി. എന്താ കാരണം? നമ്മളിൽ നിന്ന് വാങ്ങി വെക്കുന്ന ഡെപ്പോസിറ്റ് അവർ ഭാവിയിൽ തിരിച്ചു തരണ്ടേ? സോ ഡെപ്പോസിറ്റ്സ് ആർ ലയബിലിറ്റി ഓഫ് ദി ബാങ്ക്സ്, ലോൺസ് ആർ ദി അസറ്റ് ഓഫ് ദി ബാങ്ക്. ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ മിക്കവാറും ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകളുടെ ഒക്കെ പ്രത്യേകത, ബാങ്കിലെ ഡെപ്പോസിറ്റിന്റെ ഒരു ലയൺ ഷെയർ അല്ലെങ്കിൽ ഹ്യൂജ് പോർഷൻ എന്ന് പറയുന്നത് കറന്റ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന പേര് വിളിച്ചേ?
ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെ, നമുക്ക് എപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അക്കൗണ്ട് ആയിരിക്കും. പക്ഷെ ബാങ്കിന്റെ അസറ്റ് ആയിട്ടുള്ള ലോണിന്റെ പ്രത്യേകത എന്താ? 1 വർഷം 2 വർഷം. പോട്ടെ, ഒരു എക്സാമ്പിൾ എടുക്കുക. ഹോം ലോണ് മിനിമം എത്ര വർഷം? 15. അത് 20 25 ആവാം. വെഹിക്കിൾ ലോണ് 4 5 വർഷം. അപ്പൊ ബാങ്കിന്റെ ലയബിലിറ്റിയും അസറ്റും കമ്പയർ ചെയ്യുമ്പോൾ അസറ്റ് അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷനിലേക്കും ബാങ്കിന്റെ ലയബിലിറ്റി നമ്മുടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും പ്രശ്നം വരാൻ സാധ്യത? ഒരു ദിവസം ഒരു ബാങ്കിൽ ഒരു 100 കസ്റ്റമർ ഉണ്ട് കേട്ടോ. 100 പേരെ ഡെപ്പോസിറ്റ് ആണ് ഒരു ബാങ്കിലുള്ളത്. അതിലൊരു 90 പേര് ഒരു ദിവസം രാവിലെ ചെന്ന് ബാങ്കിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫുൾ ഡെപ്പോസിറ്റ് ഞങ്ങൾ വിഡ്രോ ചെയ്യാണ്. എന്താ സംഭവിക്കുക? ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങളൊരു 100 പേരിലെ 90 കസ്റ്റമേഴ്സ് ഒരു ദിവസം രാവിലെ ബാങ്കിൽ ചെന്ന് പറയാണ്, ഞങ്ങളുടെ എല്ലാവരും ഡെപ്പോസിറ്റ് ഞങ്ങൾ വിഡ്രോ ചെയ്യാണ്. ബാങ്കിന്റെ കയ്യിൽ കാശ് ഉണ്ടാവുമോ ആ സമയത്ത്? ഇല്ല. ആ കാശൊക്കെ എവിടെയാ? ലോണ് കൊടുത്തിരിക്കായിരിക്കും, അത് തിരിച്ചു കിട്ടില്ലല്ലോ, സമയം എടുക്കില്ലേ? വിച്ച് ഈസ് കോൾഡ് അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. റിപ്പീറ്റ് ചെയ്ത വേർഡ്, അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. ഒബ്വിയസ്ലി കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കാൻ ബാങ്കിന് പറ്റാത്ത സിറ്റുവേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാങ്ക് റൺ അല്ലെങ്കിൽ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. ആ സമയത്ത് നമ്മളാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിനെ എൻഷുർ ചെയ്യണം. നമ്മളൊക്കെ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ബാങ്കിൽ കാശ് ഇട്ടാൽ നമുക്ക് വേണ്ടപ്പോ തിരിച്ചു കിട്ടുന്ന ഒരു ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം ചെയ്യും. ഇത്തരത്തിലുള്ള ബാങ്ക് റൺ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരുന്ന സമയത്ത് ബാങ്കിന് ആര് വന്ന് ഹെൽപ്പ് ചെയ്യും? വേറൊരു മനുഷ്യൻ ഹെൽപ്പ് ചെയ്യില്ല. ആര് ഹെൽപ്പ് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യും. അവസാനത്തെ പോം വഴി അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ഹെൽപ്പ് ചെയ്യും. വിച്ച് ഈസ് കോൾഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഒരു വർഷത്തെ പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് മീനിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ലോൺസ് ടു ദി ഗവൺമെന്റ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? Lender of last resort implies Reserve Bank of India providing loans to the government. ശരിയാണോ തെറ്റാണോ ഈ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ്, ഇതാണ് നമ്മുടെ പ്രിലിമിനറിക്ക് ചോദിച്ചിരുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാട്ട് ഈസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡിങ് ലോൺസ് ടു ദി ബാങ്ക്സ് ടു അവോയ്ഡ് ദി സിറ്റുവേഷൻ ഓഫ് ബാങ്ക് റൺ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ കൺസെപ്റ്റ്. ഫൈനലി റെഗുലേറ്റർ ഓഫ് ബാങ്ക്. ബാങ്ക്സിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നത് 2 ലെജിസ്ലേഷൻ പ്രകാരമാണ്. ഈ 2 ലെജിസ്ലേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആൻഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാടാ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനില് രണ്ടാമത് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇൻട്രൊഡക്ഷൻ ഓഫ് കറൻസി അല്ലെ. ഇറ്റ് ഈസ് ദി RBI. ഞാൻ ഇത് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുള്ളൂ, കാരണം മണീനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലെ. ഇറ്റ് ഈസ് ദി RBI വിച്ച് പ്രിന്റ്സ് ദി കറൻസി നോട്ട്സ് ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട്സ് ദം. ഡിസ്ട്രിബ്യൂട്ട്സ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൂടി ഇൻക്ലൂഡഡ് ആണ്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ₹1 നോട്ടും കോയിൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ത്രൂ RBI ആണ്. നമ്മളിപ്പോ കാണുന്ന നോട്ടുകളിലൊക്കെ ആരുടെ ഇമേജ് ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്? മഹാത്മാഗാന്ധിയുടെ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മഹാത്മാഗാന്ധി സീരീസ് എന്നാണ് പറയാ. മഹാത്മാഗാന്ധി സീരീസ് സ്റ്റാർട്ട് ചെയ്ത്, ഇതൊക്കെ ജസ്റ്റ് ഒരു ജനറൽ ഇൻഫോട്ടാ. മഹാത്മാഗാന്ധി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1996 അതിന് മുന്നേ ഉപയോഗിച്ചത് വേറെ കുറെ സിംബൽസ് ആണ്. എക്സാമ്പിൾ ലയൺ ക്യാപിറ്റൽ ഓഫ് സാരനാഥ്, നമ്മുടെ നാഷണൽ എംബ്ലം, അതാണ് നോട്ട്സിൽ ഉപയോഗിച്ചിട്ടുള്ള. പിന്നെ ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂരിന്റെ പ്രിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സൺ ടെമ്പിൾ കൊണാർക്കിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള നമ്മുടെ നാഷണൽ മോണുമെന്റ്സ് അല്ലെങ്കിൽ സിംബൽസ് ഒക്കെയാണ് ഇതിന് മുന്നേ നമ്മുടെ നോട്ടുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം 1996 എൻ്റയർ കറൻസി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തിലേക്ക് വന്നിട്ടുള്ളത്? മഹാത്മാഗാന്ധി സീരീസിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നോട്ട്സ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ പേര് ജസ്റ്റ് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി, ജസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാ. ഏത് സിനിമയിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്? നരസിംഹത്തിൽ എന്ത്
നാസിക്കില് പ്രിന്റ് ചെയ്യുന്ന കമ്മട്ടം കൊണ്ട് വെച്ചാലും മാരാരുടെ തട്ട് താഴെ തന്നെ ഇരിക്കുന്ന ഒരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട് അല്ലെ. അതെന്ത് ഉദ്ദേശിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഈ നാസിക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ജോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നാസിക്. ഏതാ റിവർ? ഐ തിങ്ക് കാവേരി റിവർ അങ്ങോട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ നാസിക്കിലെ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ നോട്ട് ചെയ്തപ്പോൾ കറൻസിയെ കുറിച്ച് കാര്യങ്ങൾ എഴുതി. ഏതെങ്കിലും അബദ്ധവശാൽ പ്രിലിമിനറിക്ക് ഇതിന് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ നിങ്ങൾക്ക് അതിനൊരു ഫെമിലിയർ ആവണം, അത്ര ഉദ്ദേശമുള്ളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കർ ആൻഡ് ഡെപ്റ്റ് മാനേജർ ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് എങ്ങനെയാണ് RBI ഡെറ്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? അപ്പൊ RBI ഗവൺമെന്റിന് വേണ്ടി ഡെപ്റ്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയും വർക്ക് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വേണ്ടിയും വർക്ക് ചെയ്യാറുണ്ട്. മേജർ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിന്റെ ഡിസ്കഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഒരു ടേം പരിചയപ്പെട്ടു, ഡെഫിസിറ്റ്. എന്താണ് മക്കളെ ഡെഫിസിറ്റ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ് അല്ലെ. നമുക്ക് അവിടെ നിന്ന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ വരുമാനത്തിലുള്ള കുറവ്, ഷോർട്ടേജ് ഓഫ് റവന്യൂ. ശരിയല്ലേ? എങ്ങനെയാണ് ഗവൺമെന്റ് ഈ ഡെഫിസിറ്റ് അഡ്രസ് ചെയ്യുക? മണി പ്രിന്റ് ചെയ്തിട്ടാണോ? അല്ല. മണി പ്രിന്റ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ? ഗവൺമെന്റ് ഈ ഡെഫിസിറ്റ് എങ്ങനെ അഡ്രസ് ചെയ്യും? കടമെടുത്തുകൊണ്ട് അഡ്രസ് ചെയ്യും. ആ കടമെടുക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്കുള്ളത്. അതാണ് ആദ്യത്തെ നമ്മുടെ ഡിസ്കഷൻ. വായിച്ച രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് കടമെടുക്കുന്ന അല്ലെങ്കിൽ ഡെറ്റ് എടുക്കുന്ന രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഫസ്റ്റ് വൺ ട്രഷറി ബില്ല്, സെക്കൻഡ് വൺ ഡേറ്റഡ് സെക്യൂരിറ്റി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഇതിലെ ട്രഷറി ബില്ലിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. എന്തെന്ന് പേര് വിളിക്കുക? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഡേറ്റഡ് സെക്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇതെല്ലാം പല ചാപ്റ്ററിൽ പല സ്ലൈഡുകളിൽ റിപ്പീറ്റ് ചെയ്യൂടാ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാം. ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി കടമെടുക്കുന്ന കാലയളവ്, ടൈം പീരിയഡ് ലെസ് ദാൻ 1 year ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഈ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? എത്ര കാലത്തേക്കാണോ, എത്ര ടൈം പീരീഡിലേക്കാണോ നമ്മൾ കടമെടുക്കുന്നത്, ആ കാലയളവിനനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഡെറ്റ് അല്ലെങ്കിൽ കടമെടുക്കുന്നത് 1 വർഷത്തിന് താഴെയുള്ള ടൈം പീരീഡ് ആണെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നും, നമ്മൾ കടമെടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 year, 1 വർഷമോ 1 വർഷത്തിൽ കൂടുതലോ കാലയളവിലേക്ക് കടമെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ അല്ലേ? ഇപ്പോ മണി മാർക്കറ്റിന് എക്സാമ്പിൾ ആണ് ട്രഷറി ബില്ല്. ട്രഷറി ബിൽ അല്ലെങ്കിൽ പല പുസ്തകത്തിൽ ഇതിനത് ഇങ്ങനെയാണ് കാണാം കേട്ടോ, ട്രഷറി ബിൽ അല്ലെങ്കിൽ ടി ബിൽസ്. ട്രഷറി ബിൽ അല്ലെങ്കിൽ ടി ബിൽസ്. ആ ട്രഷറി ബില്ലിന്റെ ടെന്യൂർ നിങ്ങൾ നോക്കിയാൽ അതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആവും. പല ടൈം പീരീഡിലേക്കാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാറ്. അതിൽ ഏറ്റവും മിനിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാ? 91 days, 3 months plus 1. സെക്കൻഡ് വൺ 182 days. മാക്സിമം ടൈം പീരീഡ് എത്രയാ? എന്താ 364 നിർത്തിയേ? 365 ആയാൽ ഈക്വൽ ടു 1 year. അത് എന്ത് ഇൻസ്ട്രുമെന്റ് ആവും? ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. സോ ട്രഷറി ബിൽസിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് ഏതൊക്കെ ടെന്യൂറിലുള്ള ട്രഷറി ബില്ലാണ്? മൊത്തത്തിൽ മനസ്സിലാക്കാട്ടാ. ഇതെല്ലാം എന്താ? ഗവൺമെന്റ് കടമെടുക്കാൻ ഉപയോഗിക്കുന്ന പല ടൂളുകളാണ്. ചിലപ്പോൾ ഗവൺമെന്റിന് വളരെ ഷോർട്ട് പീരീഡിലേക്കായിരിക്കും പൈസ ആവശ്യമുള്ളൂ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മൈൻഡിൽ ഇമാജിൻ ചെയ്യും. ഗവൺമെന്റിന് പൈസ വേണ്ടത് 6 മാസത്തേക്കാണെന്ന് വിചാരിക്കും. ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള ഒരു ലോൺ എടുത്ത് വെച്ച് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ പറയും. 6 മാസത്തേക്ക് ഗവൺമെന്റിന് പൈസ വേണ്ടു, 2 വർഷത്തേക്കുള്ള ഒരു ലോൺ എടുത്ത് എന്താ ഉണ്ടാവുക? ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പൊ നമുക്ക് ഗവൺമെന്റിന് എത്ര കാലയളവിലേക്കാണോ ഫണ്ട് വേണ്ടത് അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള
ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുക. എന്ത് ഈ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. അതിന് സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേര് വേറൊരു പേരാണ് ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റി ഷോർട്ടായിട്ട് എന്തെന്ന് എഴുതും പലയിടത്ത്? GSEC. ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ GSEC. ഓരോ സ്ലൈഡിലും ഉണ്ട് കേട്ടോ ഇത്. ഫർദർ സ്ലൈഡിൽ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പൊ ഗവൺമെന്റിന്റെ കടമെടുക്കുന്നതിന്റെ പ്രത്യേകത എന്താ? അവര് പല ടെനൂറിലേക്കുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്ര കാലത്തേക്കാണ് ഫണ്ട്? ഒബ്വിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 91 ഡേയ്സിന്റെ ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ നിന്ന് എവിടെ 40 വർഷത്തിലേക്ക് എത്തുമ്പോ എന്താ സംഭവിക്കുക? നിങ്ങൾ നിങ്ങളുടെ കാശല്ലേ ഗവൺമെന്റിന് കൊടുക്കുന്നത്. 40 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക് ഹയർ ആയിരിക്കും. ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ 3 മാസം കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു പൈസ വരും. അപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കടം ഒരിക്കലും 40 വർഷത്തെ കടം ഗവൺമെന്റ് എടുത്തു വെക്കില്ല. ലോജിക്ക് ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് വൈ പല ടെനൂറിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ അല്ലേ? 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിന് ഡേറ്റഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പേരിട്ടു. അതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 1 വർഷം, 1.5 വർഷം, 2, 3, 5, 10, 14, 30, 40 ആ ഒരു രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ജനറൽ എക്സാമ്പിൾസ് ക്ലിയർ അല്ലേ ഗവൺമെന്റിന്റെ ഡെറ്റ് സെക്യൂരിറ്റി? ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാലോ. The RBI act as banker to the government. The central as well as the state governments are expected to maintain a minimum balance with the Reserve Bank of India. എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും RBIയിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? അഗെയിൻ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചിട്ടല്ലേ ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങി വെക്കുന്നത്? ഭാവിയിൽ വരുന്ന ഗവൺമെന്റിന് അതിന് തിരിച്ചടയ്ക്കാൻ കേപ്പബിലിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റിൻ്റെതായ കുറച്ച് പൈസ ആരുടെ കയ്യിലിരിക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലിരിക്കണം. ഭാവിയിൽ ഡിസ്കഷനിൽ നമ്മൾ എന്ത് കാണും? നമ്മൾ സാധാരണ ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കുന്നത് ബാങ്കിനോടുള്ള വിശ്വാസം കൊണ്ടല്ല. ആരോടുള്ള വിശ്വാസം കൊണ്ടാ? RBIയോടുള്ള വിശ്വാസം കൊണ്ടാ. അപ്പോ ഈ സാധാരണ ബാങ്കിൽ നിന്നും കുറച്ച് പൈസ ആര് മേടിച്ചു വെക്കും? ലോജിക് പ്രകാരം RBI മേടിച്ചു വെക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് റിക്വയർമെന്റ്. ഐഡിയ ക്ലിയർ അല്ലേ? ബാങ്കിനെ പോലെ തന്നെ ഗവൺമെന്റിനെ കൊണ്ടും ഒരു ചെറിയൊരു പൈസ എവിടെ കീപ്പ് ചെയ്യാൻ പറയും? RBIയിൽ കീപ്പ് ചെയ്യാൻ പറയും. ദാറ്റ് ഈസ് ദി റിക്വയർമെന്റ് ഓഫ് ദിസ് മിനിമം ബാലൻസ്. വെനെവർ ദി ഗവൺമെന്റ് ഈസ് അൺഎബിൾ ടു pay back their government security, RBI will pay back on behalf of the government using this minimum balance. Okay. The governments keep their cash balances on current account deposit with RBI. 1976 മുന്നാണെങ്കിൽ ഗവൺമെന്റിന്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള റവന്യൂവും എക്സ്പെൻഡിച്ചറിന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് RBIയിലാണ്. 1976 ശേഷം ഒബ്വിയസ്ലി RBIയുടെ ഫങ്ഷൻസും വർക്കിങ്ങും ഇൻക്രീസ് ചെയ്തപ്പോൾ RBIനെ ഡേ ടു ഡേ ബാങ്കിങ് ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടറിന്റെ അക്കൗണ്ടിലൂടെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. മേ ബി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ CMDRFന്റെ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ? അതിൽ ഏത് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുള്ള? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? അല്ലാതെ എന്തിന്റെ അല്ല? RBIയുടെ ഡീറ്റെയിൽസ് അല്ല ഷെയർ ചെയ്തിട്ടുള്ളത്. 1976 ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന്റെ പൈസ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ അക്കൗണ്ടിലൂടെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. 1976 മുന്നാണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയും ആരാണ് മാനേജ് ചെയ്തിട്ടുള്ളത്? RBI. സ്റ്റേറ്റ്മെന്റ് പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കാം. Even today, the day-to-day activities of government balances are maintained through RBI account. ശരിയാണോ തെറ്റാണോ? Even today, the day-to-day administrative expenses of governments are maintained through RBI accounts. മക്കളെ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കഥയല്ലേ? ഫോൾസ്. എന്താ കാരണം? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ RBIയുടെ അക്കൗണ്ട് അല്ല ആരുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? പബ്ലിക് സെക്ടർ ബാങ്ക്. SBI ഒരു എക്സാമ്പിൾ ആണെന്നുള്ളൂ. ഗവൺമെന്റിന്റെ കീഴിൽ SBI മാത്രമല്ല കേട്ടാ, ഒരുപാട് ബാങ്കുകളുണ്ട്.
നമുക്ക് കേട്ടാൽ മനസ്സിലാവാത്ത ഒരുപാട് ബാങ്കുകൾ ഗവൺമെന്റിന്റെ കീഴിലുണ്ട്. അവരെയൊക്കെ അക്കൗണ്ടുകളിലൂടെയാണ് മാനേജ് ചെയ്യുക. 1976 കൂടി ആർ ബി ഐയുടെ റോള് കഴിഞ്ഞു. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാലോ. ദി ആർ ബി ഐ പ്രൊവൈഡ്സ് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ടു ദി ഗവൺമെന്റ് ടു മീറ്റ് എനി ഷോർട്ട് ഫോൾ വിച്ച് ഈസ് കോൾഡ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം? ട്രഷറി ബില്ലിന്റെ ടെന്യൂർസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ ടെന്യൂർ എത്ര ഇത് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ 91 days അല്ലെ? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ബോറോയിങ്സിന്റെ ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നത് എത്രയാ? 91 days അല്ലെങ്കിൽ 3 months + 1. ഗവൺമെന്റിന് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് ഒരു 1 monthലേക്ക്. എന്തിലേക്ക്? 1 monthലേക്ക്. അപ്പൊ 1 month കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു വരുമാനം വരാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഗവൺമെന്റ് 91 days 180 days എടുക്കുന്നതിൽ കാര്യമുണ്ടോ? അവരെന്ത് പേ ചെയ്യേണ്ടി വരും? ഹയർ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പൊ വളരെ ഷോർട്ട് ടൈമിലുള്ള ഗവൺമെന്റിന്റെ റവന്യൂ മിസ്മാച്ചസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യില്ല? ഗവൺമെന്റ് സെക്യൂരിറ്റി ഇറക്കില്ല. ആ സമയത്ത് ഗവൺമെന്റ് ആരെ പോയി അപ്രോച്ച് ചെയ്യും? ആർ ബി ഐനെ അപ്രോച്ച് ചെയ്യും. കണ്ടീഷൻ വളരെ 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 സിമ്പിൾ ആണ്. ഗവൺമെന്റ് എടുക്കുന്ന ആ കടം എന്ന് പറയുന്നത് ലെസ് ദാൻ 3 months ആയിരിക്കണം. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിക്കും ടെമ്പററി ഷോർട്ട് ഫോൾ ഇൻ ഇൻകം. ടെമ്പററി ഷോർട്ട് ഫോൾ ഇൻ ഇൻകം. എന്താ ടെമ്പററി ഷോർട്ട് ഫോൾ ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിന്റെ ഇന്നൊരു ചെലവിന് കാശില്ല, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ആ കാശ് ഗവൺമെന്റിന് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കും അല്ലെ? അപ്പൊ ഗവൺമെന്റ് ആർ ബി ഐനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആർ ബി ഐ ഗവൺമെന്റിന് പൈസ കൊടുക്കും, മണി കൊടുക്കും. ചെറിയ പീരീഡിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് പൈസ കൊടുക്കും. ഈ ഷോർട്ട് ടൈമിലേക്ക് പൈസ കൊടുക്കുന്നതിന് പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ക്ലിയർ ആണോ? ഓരോന്നും കൊണ്ടുവരുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. വെറുതെ ഒരു രസത്തിന് കൊണ്ടുവന്നതാണോ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്? വൈ? ഗവൺമെന്റിന് കടം എടുക്കാനുള്ള ഏറ്റവും മിനിമം ടെന്യൂർ എന്ന് പറയുന്നത് എത്രയ്ക്കുള്ളതാണ്? അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ 91 days ആണ്. അതിനേക്കാളും ഷോർട്ട് പീരീഡിലേക്കാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കില്ല, അളിയ ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഈ മാസം സാലറി തരുമ്പോൾ നമ്മൾ തിരിച്ചു തരാന്നൊക്കെ പറയില്ലേ? സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ. നമുക്ക് എന്താ ഒരു വർഷത്തേക്കൊന്നല്ലല്ലോ 100 രൂപ വേണ്ടേ? 100 അല്ലെങ്കിൽ 1000 രൂപ എന്താ ചെറിയൊരു പീരീഡിലേക്കാണ് വേണ്ടത്. ഷോർട്ടസ്റ്റ് പീരീഡിലേക്ക് ഗവൺമെന്റിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ കടം കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ഒബ്വിയസ്ലി ഗവൺമെന്റിന് നന്നാക്കാനല്ല കൊടുക്കുക, അതിന് എന്ത് ചാർജ് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും. പക്ഷെ അത് എന്തിന്റെ അത്രയ്ക്ക് ഹയർ ആയിരിക്കില്ല? ട്രഷറി ബില്ല് 91 days അത്രയ്ക്ക് ഹയർ ആവില്ല. ക്ലിയർ ആണോ ടോപ്പിക്? ഓക്കെ.